Dear friends, you are welcome to Historia. അപ്പോൾ ഹിസ്റ്റോറിയ പുതിയ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ച പോലെ തന്നെ 3 പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ, മുൻകാലങ്ങളിൽ ചോദിച്ച 3 പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ആ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളും അനുബന്ധ കാര്യങ്ങളുമായി 3 പ്രധാനപ്പെട്ട ടോപ്പിക്കുകളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ നമുക്ക് ചോദ്യത്തിലേക്ക് പോവാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ മിഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നിന്നാണ്. മിഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററിയാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്. ക്വസ്റ്റ്യൻ ആണ് ഹു ഇസ് ദ ലാസ്റ്റ് റൂളർ ഓഫ് സ്ലേവ് ഡൈനാസ്റ്റി ആണ്. ഹു ഇസ് ദ ലാസ്റ്റ് റൂളർ ഓഫ് സ്ലേവ് ഡൈനാസ്റ്റി? നമ്മുടെ അടിമ രാജവംശത്തിലെ അവസാനത്തെ ഭരണാധികാരി ആര് എന്നാണ് ചോദ്യം. നമുക്കറിയാം 1191 ഫസ്റ്റ് തരൻ യുദ്ധത്തിൽ എന്താകുന്നു? പൃഥ്വിരാജ് ചൗഹാൻ മുഹമ്മദ് ഗോറിയെ പരാജയപ്പെടുന്നു. അതിനുശേഷം 1192 സെക്കൻഡ് തരൻ യുദ്ധത്തിൽ മുഹമ്മദ് ഗോറി പൃഥ്വിരാജ് ചൗഹാനെ പരാജയപ്പെടുന്നു. ഇന്ത്യയിൽ മുസ്ലിം ഭരണം ആരംഭിക്കുകയും ചെയ്യുന്നു. ആ ഇന്ത്യയിൽ മുസ്ലിം ഭരണം ആരംഭിച്ച അദ്ദേഹത്തിന്റെ സ്ലേവ് ആയ കുത്തബുദ്ദീൻ ഐബക്കിനെ ഏൽപ്പിക്കുകയാണ്. അതിനുശേഷം തിരിച്ചു പോകുന്നു. അങ്ങനെ 1206 മുതൽ 1290 വരെയുള്ള കാലഘട്ടത്തിലാണ് നമ്മുടെ സ്ലേവ് ഡൈനാസ്റ്റി ഇന്ത്യയിൽ സുൽത്താനേറ്റ് ഭരണം വരുന്നത്. അപ്പൊ 1206 മുതൽ 1290 വരെയുള്ള കാലഘട്ടം സ്ലേവ് ഡൈനാസ്റ്റിയാണ്. സ്ലേവ് ഡൈനാസ്റ്റി അല്ലെങ്കിൽ മാമലൂക്ക് ഡൈനാസ്റ്റി അല്ലെങ്കിൽ യാമിനി ഡൈനാസ്റ്റി അല്ലെങ്കിൽ ഇൽബാരി ഡൈനാസ്റ്റി എന്ന് പറയുന്ന ഈ സ്ലേവ് ഡൈനാസ്റ്റി സ്ഥാപിക്കുന്നത് കുത്തബുദ്ദീൻ ഐബക്കാണ്. 1206 മുതൽ 1290 വരെയുള്ള കാലഘട്ടം. മറക്കണ്ട, 1206 മുതൽ 1290 വരെയാണ് നമ്മുടെ സ്ലേവ് ഡൈനാസ്റ്റി കാലഘട്ടം. ആ സ്ലേവ് ഡൈനാസ്റ്റി സ്ഥാപിച്ച കുത്തബുദ്ദീൻ ഐബക്കാണ് ഓർക്കുക. കുത്തബുദ്ദീൻ ഐബക്കാണ് സ്ലേവ് ഡൈനാസ്റ്റി സ്ഥാപിച്ചത് എന്ന് ഓർക്കുക. കുത്തബുദ്ദീൻ ഐബക്കുമായി ബന്ധപ്പെട്ട് കുറെ കാര്യങ്ങൾ, കുത്തബുദ്ദീൻ ഐബക്കുമായി ബന്ധപ്പെട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ളത് നമ്മൾ വേറെ ഒരു ടോപ്പിക് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവര് നമ്മുടെ വീഡിയോയിൽ അതെടുത്ത് കാണാം. അപ്പൊ ഇവിടെ നമ്മൾ സ്ലേവ് ഡൈനാസ്റ്റിയിലെ അവസാനത്തെ ഭരണാധികാരി എന്നത് കൈക്കുബാദ് എന്ന് പറയുന്ന ആളാണ്. കൈക്കുബാദ് സ്ലേവ് ഡൈനാസ്റ്റി സ്ഥാപിക്കുന്നത് സ്ലേവ് ഡൈനാസ്റ്റി അല്ലെങ്കിൽ മാമലൂക്ക് അല്ലെങ്കിൽ യാമിനി അല്ലെങ്കിൽ ഇൽബാരി ഡൈനാസ്റ്റി എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ 1226 സ്ഥാപിക്കുന്നത് കുത്തബുദ്ദീൻ ഐബക്കാണ്. ആരാണ്? കുത്തബുദ്ദീൻ ഐബക്കാണ്. അതിനുശേഷം ഒരു ആറം ഷാ എന്ന് ഭരണാധികാരി ആറം ഷാ വരുന്നുണ്ട്. ആറം ഷായ്ക്ക് ശേഷം നമ്മുടെ ഇൽത്തുമിഷ് എന്ന് ഭരണാധികാരി വരുന്നു. അതിനുശേഷം റുക്നുദ്ദീൻ വരുന്നു. റുക്നുദ്ദീൻ എന്ന് പറയുന്ന ഭരണാധികാരി റുക്നുദ്ദീൻ ഫിറോസ് എന്നാണ്. റുക്നുദ്ദീൻ ഫിറോസ് അധികാരത്തിൽ വരുന്നു. അതിനുശേഷം സുൽത്താന റസിയ, നമുക്കറിയാം ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഭരണാധികാരി സുൽത്താന റസിയ വരുന്നുണ്ട്. അതിനുശേഷം ഒരു മുഹമ്മദ് ബഹ്റാം വരുന്നു. മൊയ്സുദ്ദീൻ ബഹ്റാം എന്ന വ്യക്തിയായിരുന്നു. അതിനുശേഷം നമ്മുടെ ഒരു മഹമ്മൂദ് വരുന്നുണ്ട്. അതോടൊപ്പം ഒരു മസൂദ് വരുന്നുണ്ട്. അതിനുശേഷമാണ് നമുക്ക് അറിയുന്നത് ഗിയാസുദ്ദീൻ ബാൽബൻ വരുന്നു. അതിനുശേഷം ഫൈനലി കൈക്കുബാദ് വരുന്നു. അങ്ങനെ 10 ഭരണാധികാരികളാണ് വരുന്നത്. എത്ര ഭരണാധികാരികൾ? 10 ഭരണാധികാരികളാണ് സ്ലേവ് ഡൈനാസ്റ്റിയിൽ വരുന്നത്. അത് അവസാനത്തെ ഭരണാധികാരിയാണ് ആരുന്നത്? കൈക്കുബാദ് എന്ന്. അപ്പൊ മറക്കണ്ട, ആദ്യത്തെ സ്ലേവ് ഡൈനാസ്റ്റി സ്ഥാപിച്ച ആള് ആരാ നമ്മൾ പറയുന്നത്? കുത്തബുദ്ദീൻ ഐബക്കാണ്. അതിനുശേഷം ആറം ഷാ എന്ന ഭരണാധികാരി വരുന്നു. അതിനുശേഷം ഇൽത്തുമിഷ് ഭരണാധികാരി വരുന്നുണ്ട്. അതിനുശേഷം റുക്നുദ്ദീൻ ഫിറോസ് വരുന്നു. അതിനുശേഷം സുൽത്താന റസിയ, അതിനുശേഷം ബഹ്റാം വരുന്നു, മസൂദ് വരുന്നു, അഹമ്മദ് വരുന്നു. ദെൻ അതിനുശേഷം ഗിയാസുദ്ദീൻ ബാൽബൻ, ഫൈനലി കൈക്കുബാദ്. അപ്പൊ അവസാനത്തെ ഭരണാധികാരി എന്ന് പറയുന്നത് കൈക്കുബാദ് ആണെന്ന കാര്യം കൂടി മറക്കാതെ പഠിച്ചു. അപ്പൊ ഇതാണ് സ്ലേവ് ഡൈനാസ്റ്റിയിലെ അവസാനത്തെ ഭരണാധികാരി എന്ന് പറയുന്നത്. സ്ലേവ് ഡൈനാസ്റ്റിയുമായി ബന്ധപ്പെട്ട വീഡിയോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. കാണാത്തതുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ചാനലെടുത്ത് കാണാം. നെക്സ്റ്റ് വൺ, അടുത്ത ചോദ്യം, രണ്ടാമത്തെ ചോദ്യം നോക്കാം. ഇന്ത്യൻ ഭരണഘടന എന്നുള്ള ചോദ്യമാണ്. ചോദ്യം ഇതാണ്: ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ എന്ന ആശയം അല്ലെങ്കിൽ ഐഡിയ ഓഫ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഒറിജിനേറ്റഡ് ഇൻ സ്പെയിൻ എന്നാണ്. ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ എന്ന ആശയം ഉടലെടുത്തത് ഏത് രാഷ്ട്രത്തിൽ നിന്നാണ് എന്നാണ് ചോദ്യം. ഓർക്കുക, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന ആശയം ഉടലെടുത്തത് ഏത് രാഷ്ട്രത്തിലാണ് അല്ലെങ്കിൽ ഏത് രാഷ്ട്രത്തിൽ നിന്നാണ് എന്നാണ് ചോദ്യം. ഓർക്കുക, മിക്കവാറും ഇങ്ങനെ ചോദ്യങ്ങൾ കുട്ടികളെല്ലാം തെറ്റിദ്ധരിക്കാറുണ്ട്. മാർഗനിർദ്ദേശക തത്വങ്ങൾ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഉടലെടുത്തത് എവിടെയെന്ന് വെച്ചാൽ മിക്കവാറും കുട്ടികളെ ചിന്ത പോകുന്നത് അയർലാൻഡിലേക്കാണ്. ശ്രദ്ധിക്കുക, അയർലാൻഡ് അല്ല, ഇന്ത്യ കടം വാങ്ങിയത് ഏത് രാഷ്ട്രത്തിൽ എന്ന് പറഞ്ഞാൽ അയർലൻഡാണ്. മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന ആശയം ഇന്ത്യ അഡോപ്റ്റഡ് ഫ്രം എവിടെന്ന് ചോദിച്ചാൽ അത് അയർലൻഡാണ്. പക്ഷെ ദി ഐഡിയ ഓഫ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഒറിജിനേറ്റഡ് ഇൻ സ്പെയിൻ ആണെന്ന് കൂടി മറക്കാതെ പഠിച്ചു. ഓർമ്മിക്കാം, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ആശയം ഇന്ത്യ കടം വാങ്ങിയത് അയർലാൻഡിൽ നിന്നാണ്. പക്ഷെ ഈ ആശയം റിയലി ഉടലെടുത്തത് ഒറിജിനേറ്റഡ് ഇൻ സ്പെയിൻ ആണ്. അപ്പൊ മാർഗനിർദ്ദേശക തത്വങ്ങളുടെ ഉത്ഭവം എന്ന് പറയുന്നത് സ്പെയിനാണ്. സ്പെയിനിൽ നിന്ന് അയർലാൻഡ് കടങ്ങുന്നു, അയർലാൻഡിൽ നിന്നാണ് ഇന്ത്യ കടം വാങ്ങുന്നത് കൂടി ഓർത്ത് വെക്കുക. ക്ലിയറായിരിക്കും. അപ്പൊ ഒറിജിൻ സ്പെയിൻ ആണ്, ഇന്ത്യ കടം വാങ്ങിയത് അയർലാൻഡിൽ നിന്നാണ് കാര്യം കൂടി ഓർത്ത് വെക്കുക. ക്ലിയറായിരിക്കും. ഇനി ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. It is a group of rules and regulations, and it is a group of ideas have to be followed by India for India becoming a welfare state എന്ന് പറഞ്ഞാൽ റെഡി ആയിരിക്കും. എന്ന് വെച്ചാൽ ഭാവിയിലെ ഇന്ത്യ ഒരു വെൽഫെയർ സ്റ്റേറ്റ് ആകാൻ വേണ്ടി, ഒരു ക്ഷേമരാഷ്ട്രമാകാൻ വേണ്ടി ഇന്ത്യ ഫോളോ ചെയ്യേണ്ടുന്ന അല്ലെങ്കിൽ ഇന്ത്യ അനുവർത്തിക്കുന്ന ഒരു കൂട്ടം ആശയങ്ങളാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്നത്.
ഭാവിയിലെ ഇന്ത്യ ഒരു ക്ഷേമരാഷ്ട്രമായി തീരാൻ വേണ്ടി, ഒരു വെൽഫെയർ സ്റ്റേറ്റ് ആയി തീരാൻ വേണ്ടി ഇന്ത്യ ഫോളോ ചെയ്യേണ്ടുന്ന ഒരു കൂട്ടം ആശയങ്ങളെ നമ്മൾ എന്ത് പറയുന്നത് മാർഗനിർദ്ദേശക തത്വങ്ങളാണ്. അപ്പൊ ഈ മാർഗനിർദ്ദേശക തത്വങ്ങൾ മൂന്നായി തരംതിരിക്കുന്ന ഒന്ന് ലിബറൽ പ്രിൻസിപ്പിൾ ഉണ്ട്, സോഷ്യലിസ്റ്റ് പ്രിൻസിപ്പിൾ ഉണ്ട്, ആൻഡ് ഗാന്ധിയൻ പ്രിൻസിപ്പിൾ. ഏതാണ്ട് ലിബറൽ പ്രിൻസിപ്പിൾ ഉണ്ട്, സോഷ്യലിസ്റ്റ് പ്രിൻസിപ്പിൾ ഉണ്ട്, ഗാന്ധിയൻ പ്രിൻസിപ്പിൾ. ഇങ്ങനെ മൂന്ന് ഗ്രൂപ്പ് കാറ്റഗറി ആയിട്ടാണ് നമ്മൾ ഇതിനെ തരംതിരിക്കുന്നത്. മാർഗനിർദ്ദേശക തത്വങ്ങളെ തിരഞ്ഞെടുക്കുന്ന കൂടി ഓർത്തു വയ്ക്കുക. ഇന്ത്യൻ ഭരണഘടനയുടെ പാർട്ട് 4 ആർട്ടിക്കിൾ 36 മുതൽ 51 വരെയുള്ള ഭാഗങ്ങളാണ് ഇതിനെ കുറിച്ച് പറയുന്നത്. മാർഗനിർദ്ദേശക തത്വങ്ങളെ കുറിച്ച് പറയുന്നത് എന്താണ്? ഇന്ത്യൻ ഭരണഘടനയിൽ പാർട്ട് 4 ആർട്ടിക്കിൾ 36 മുതൽ 36 to 51 വരെയുള്ള കാര്യങ്ങളാണ് മാർഗനിർദ്ദേശക തത്വങ്ങളെ കുറിച്ച് പറയുന്നത്. മാർഗനിർദ്ദേശക തത്വങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇറ്റ് കനോട്ട് ബി ക്വസ്റ്റ്യൻ ഇൻ കോർട്ട് ആൻഡ് കനോട്ട് ബി ജസ്റ്റിഫൈഡ് ത്രൂ കോർട്ട്, ഇറ്റ് ഈസ് നോട്ട് കമ്പൽസറി എന്നും കൂടി ഓർത്തിക്കുക. ഈ മാർഗനിർദ്ദേശക തത്വങ്ങൾ കോടതിയിൽ ചോദ്യം ചെയ്യാനോ കോടതിയിൽ നീതീകരിച്ചെടുക്കാനോ കഴിയില്ല, അല്ലെങ്കിൽ നിർബന്ധമാക്കി നടപ്പിലാക്കാനോ കഴിയാത്ത ഒന്നാണ് ഡയറക്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ലൈക്ക് ഫണ്ടമെന്റലിസം നേരെ ഓപ്പോസിറ്റ് എന്ന് വെച്ചാൽ ഫണ്ടമെന്റലിസം ആണ് നിർബന്ധമാണ്, കോടതിയിൽ ചോദ്യം ചെയ്യാം, കോടതിയിൽ നീതീകരിച്ചെടുക്കാം. പക്ഷെ ഈ പറഞ്ഞ ഡയറക്റ്റ് പ്രിൻസിപ്പിളും അതോടൊപ്പം ഫണ്ടമെന്റൽ ഡ്യൂട്ടീസും, ഡയറക്റ്റ് പ്രിൻസിപ്പിളും ഫണ്ടമെന്റൽ ഡ്യൂട്ടീസും മാർഗനിർദ്ദേശ തത്വങ്ങളും നമ്മുടെ ഡയറക്റ്റ് പ്രിൻസിപ്പിളും മാർഗനിർദ്ദേശ തത്വങ്ങളും അതോടൊപ്പം ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് മൗലിക കടമകൾ, ഇത് രണ്ടും നമുക്ക് എന്തെയ്യാവില്ല കോടതിയിൽ ചോദ്യം ചെയ്യാനോ കോടതിയിൽ നീതീകരിച്ചെടുക്കാനോ അതോടൊപ്പം കമ്പൽസറി ആയിട്ട് നിർബന്ധമായി ചെയ്യിപ്പിക്കാനോ പറ്റാത്ത ഒന്നാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ. ക്ലിയർ ആയിരിക്കും. അപ്പൊ ഡയറക്റ്റ് പ്രിൻസിപ്പിൾ ആശയം മറക്കണ്ട. ഇത് ഉടലെടുത്ത് സ്പെയിനിലാണ്, ഇന്ത്യ കടമായത് അയർലാൻഡിൽ നിന്നാണ്. ഇതിനെ മൂന്നായിട്ട് തരംതിരിക്കുന്നത് ഒന്ന് ലിബറൽ പ്രിൻസിപ്പിൾ, ഗാന്ധിയൻ പ്രിൻസിപ്പിൾ ആൻഡ് സോഷ്യലിസ്റ്റ് പ്രിൻസിപ്പിൾ, മൂന്നായിട്ട് തരംതിരിക്കുന്നു. ഈ വീഡിയോസ് നമ്മുടെ മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്താണ് ഏതാണെന്നുള്ള വീഡിയോ ക്ലാസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. കാണാത്ത കുട്ടികളെ അതും കാണും. ക്ലിയർ ആയിരിക്കും. അപ്പൊ ഇതാണ് ഡയറക്റ്റ് പ്രിൻസിപ്പിൾ എന്ന ആശയം. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മോഡേൺ ഇന്ത്യയുടെ സ്റ്റാർട്ടിംഗ് ആണ്. മോഡേൺ ഇന്ത്യയുടെ സ്റ്റാർട്ടിംഗ് ഭാഗത്താണ് ചോദ്യം. എന്താണെന്ന് വെച്ചാൽ പോർച്ചുഗീസ് കോളനികളിൽ സതി നിർത്തലാക്കിയ വൈസ്രോയിയാണ്. വിച്ച് പോർച്ചുഗീസ് വൈസ്രോയി അബോളിഷ്ഡ് സതി ഇൻ പോർച്ചുഗീസ് കോളനീസ് എന്നാണ് പറഞ്ഞത്. പോർച്ചുഗീസ് കോളനികളിൽ സതി നിർത്തലാക്കിയ വൈസ്രോയി ആരാണ് എന്നാണ് ചോദ്യം. അപ്പോൾ ഇന്ത്യയിൽ നമുക്ക് 1498 പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ എത്തുന്നത്. കാലിക്കറ്റാണ്, കാപ്പാടെന്നൊക്കെ നമുക്കറിയാം. അതിനുശേഷം അവർ കൊച്ചിയിൽ സെറ്റിൽ ചെയ്യുന്നു. അതിനുശേഷം ഭരണം ആരംഭിക്കുന്നു. അങ്ങനെ ഇന്ത്യയിലെ രണ്ടാമത്തെ വൈസ്രോയി, ഇന്ത്യയിലെ പോർച്ചുഗീസ് രണ്ടാമത്തെ വൈസ്രോയ അൽഫോൺസ ഡി അൽബുക്കർക്ക്. ആരാണ്? അൽഫോൺസ ഡി അൽബുക്കർക്ക്. നമുക്കറിയാം ഫ്രാൻസിസ് അൽമേഡയാണ് പോർച്ചുഗീസുകാരുടെ ആദ്യത്തെ വൈസ്രോയി. ഫ്രാൻസിസ് അൽമേഡയാണ്. രണ്ടാമത്തെ വൈസ്രോയി എന്ന് പറയുന്നത് അൽഫോൺസ ഡി അൽബുക്കർക്കാണ്. അദ്ദേഹമാണ് റിയൽ ഫൗണ്ടർ ഓഫ് പോർച്ചുഗീസ് എംപയർ ഇൻ ഇന്ത്യ എന്ന് പറയുന്നത്. ഇന്ത്യയിലെ പോർച്ചുഗീസ് സാമ്രാജ്യത്തിന്റെ യഥാർത്ഥ സ്ഥാപകൻ എന്ന് പറഞ്ഞ അൽഫോൺസ ഡി അൽബുക്കർക്കാണ്. അദ്ദേഹമാണ് ഇന്ത്യയിലെ പോർച്ചുഗീസ് കോളനികൾ പരിപൂർണമായും സതി നിർത്തലാക്കിയ വ്യക്തി. മറക്കണ്ട, ഓൾ ഇന്ത്യയിൽ ഓർത്തോക്കിയ ഓൾ ഓവർ ഇന്ത്യ മൊത്തമായിട്ടാണ് നമുക്കറിയാം വില്യം ബെന്റിക് നിർത്തലാക്കിയെന്ന് പറയാം. അതേസമയം സതി നിർത്തലാക്കിയ മുഗൾ ഭരണാധികാരി വെച്ചത് അക്ബറാണ്. പക്ഷെ പോർച്ചുഗീസ് കോളനി മൂന്നായിട്ട് പഠിക്കുക. പോർച്ചുഗീസ് കോളനികൾ മാത്രം സതി നിർത്തലാക്കിയാണ് അൽഫോൺസ് അൽബുക്കർ. അതേസമയം മുഗൾ ഭരണാധികാരി സതി നിർത്തലാക്കിയ മുഗൾ ഭരണാധികാരി വെച്ചത് അക്ബറാണ്. അതേസമയം ഓൾ ഓവർ ഇന്ത്യ മൊത്തമായിട്ട് ഒരു ഏകീകൃത ഭരണം വന്നപ്പോ ഓൾ ഇന്ത്യയിൽ മൊത്തം സതി നിർത്തലാക്കിയാണ് 1829 വില്യം ബെന്റിക് എന്ന് പറയുന്നത്. ഇന്ത്യയിലെ വൈസ്രോയി വില്യം ബെന്റിക്, ഗവർണർ ജനറലായ വില്യം ബെന്റിക് എന്ന് പറയുന്നത്. ഇത് പോർച്ചുഗീസ് കോളനി. അപ്പൊ പോർച്ചുഗീസ് കോളനിയിൽ സതി നിർത്തലാക്കിയ പോർച്ചുഗീസ് വൈസ്രോയി എന്നത് പോർച്ചുഗീസിലെ രണ്ടാമത്തെ വൈസ്രോയ അൽഫോൺസ ഡി അൽബുക്കർക്കാണ്. റിയൽ ഫൗണ്ടർ ഓഫ് പോർച്ചുഗീസ് എംപയർ ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ പോർച്ചുഗീസ് സാമ്രാജ്യത്തിന്റെ യഥാർത്ഥ സ്ഥാപകനാണ്. അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ ആദ്യത്തെ യൂറോപ്യൻ കോട്ടയായ പള്ളിപ്പുറം കോട്ട സ്ഥാപിച്ച ആളും ആരാണ്? നമ്മൾ ഈ പറഞ്ഞ അൽഫോൺസ ഡി അൽബുക്കർക്കാണ് ഓർത്തിക്കുക. അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ മിക്സഡ് കോളനി സിസ്റ്റം ഇന്ത്യയിൽ കൊണ്ടുവന്ന വ്യക്തിയും അൽഫോൺസ ഡി അൽബുക്കർക്കാണ്. എന്ന് വെച്ചാൽ ഇന്ത്യക്കാരെ പരിപൂർണ്ണമായി ലാറ്റിനൈസ് ചെയ്യാൻ വേണ്ടി, ഇന്ത്യക്കാരുടെ രക്തത്തിലും നിറത്തിലും മാത്രം ഇന്ത്യക്കാർ, ബാക്കി അവരുടെ എല്ലാ വികാര സംസ്കാര മേഖലകളിലെല്ലാം അവർ യഥാർത്ഥത്തിൽ യൂറോപ്യന്മാരാകാൻ വേണ്ടി എന്ത് ചെയ്യുക? യൂറോപ്യന്മാരായിട്ടുള്ള ആളുകളെ കൊണ്ട് ഇന്ത്യയിലെ വനിതകളെ കല്യാണം കഴിക്കുക. അങ്ങനെ അതിലുണ്ടാകുന്ന സങ്കരവർഗം, ആ സങ്കര വിഭാഗം ആംഗ്ലോ ഇന്ത്യൻസ് ഒക്കെ നമുക്ക് അങ്ങനെ ഒരു വിഭാഗത്തെ ക്രിയേറ്റ് ചെയ്ത് ഇന്ത്യ ഒരു മിക്സഡ് കോളനി സിസ്റ്റം ആക്കുക എന്ന തന്ത്രം. ഇതാണ് അൽഫോൺസ ഡി അൽബുക്കറിനെ മിക്സഡ്. അപ്പൊ ആ മിക്സഡ് കോളനി സിസ്റ്റം ഇന്ത്യയിൽ കൊണ്ടുവന്നത്. അതോടൊപ്പം തന്നെ പോർച്ചുഗീസ് കോളനി കൊച്ചിയിൽ നിന്ന് എവിടേക്ക്? ഗോവയിലേക്ക് മാറ്റി കളിഞ്ഞ അൽഫോൺസ ഡി അൽബുക്കറാണ്. പോർച്ചുഗീസ് കോളനി കൊച്ചിയിൽ നിന്ന് ഗോവയിലേക്ക് മാറ്റിയതും അൽഫോൺസ ഡി അൽബുക്കറാണ്. 1510 ബിജാപ്പൂർ സുൽത്താന്റെ കയ്യിൽ നിന്ന് 1510 ബിജാപ്പൂർ സുൽത്താന്റെ കയ്യിൽ നിന്ന് അൽഫോൺസ ഡി അൽബുക്കർ പിടിച്ചെടുക്കുന്നത്, ഗോവ പിടിച്ചെടുക്കുകയും അങ്ങനെ 1510 മുതൽ 1961 വരെ
1961 ഓപ്പറേഷൻ വിജയ്. അങ്ങനെയാണ് നമുക്ക് ഗോവ പോർച്ചുഗീസുകാരിൽ നിന്ന് മോചിതമാകുന്നത്. അപ്പൊ ഇത്രയും കാലഘട്ടം ഭരിച്ചവരാണ് ആര്? പോർച്ചുഗീസുകാർ ഇന്ത്യ. അപ്പൊ ആ ഇന്ത്യയുടെ തലസ്ഥാനം കൊച്ചി, പോർച്ചുഗീസ് തലസ്ഥാനം കൊച്ചിയിൽ നിന്ന് ഗോവയിലേക്ക് മാറ്റിയതും അതോടൊപ്പം ബിജാപൂർ സുൽത്താന്റെ കയ്യിൽ നിന്ന് ഗോവ പിടിച്ചെടുത്ത ഭരണാധികാരിയും എല്ലാം ആരാണ്? രണ്ടാമത്തെ വൈസ്രോയ അൽഫോൺസോ ഡി അൽബുക്കർക്കാണ്. അദ്ദേഹം തന്നെയാണ് പോർച്ചുഗീസ് കോളനികളിൽ സതി നിർത്തലാക്കിയ ഭരണാധികാരി. ക്ലിയർ? ഇതാണ് അൽഫോൺസോ ഡി അൽബുക്കർക്കുമായി നമുക്ക് പറയാനുള്ളത്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ 3 ചെറിയ ടോപ്പിക്കുകളാണ് നമ്മളോട്. ഒന്ന്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ എന്താണ്, അത് ഏതാണ്, എങ്ങനെയാണ് നമ്മൾ കടമെടുത്തതെന്ന് ഞാൻ പറഞ്ഞു. മറ്റൊന്ന്, നമ്മുടെ അടിമ രാജവംശം, സുൽത്താൻ ടിപ്പുവിലെ സ്ലേവ് ഡൈനാസ്റ്റിയിലെ 10 ഭരണാധികാരികൾ അതിൽ അവസാനത്തോടെ കൈക്കുബാദ് ആദ്യത്താള് കുർത്തബുദ്ദീനെ അയവെക്കുന്നു പറയും. ഈ അൽഫോൺസോ ഡി അൽബുക്കർക്ക് 3 ടോപ്പിക്കുകളാണ്. പക്ഷേ ഈ 3 ടോപ്പിക്കുകൾ വളരെ ഭംഗിയായിട്ട് പഠിക്കുക. ഇനി ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ടുകളോ മറ്റു കാര്യങ്ങളോ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അല്ലെങ്കിൽ 9846298093 എന്ന നമ്പർ കമന്റ് ചെയ്യുക. വേറെ നിർദ്ദേശങ്ങളാണ് നൽകണം. സോ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കണ്ടുമുട്ടാം നല്ല ടോപ്പിക്കുമായി. അതെല്ലാവർക്കും ബൈ.